അല്ല, ഇന്ന് കേരളത്തിലെ ജയിലുകളെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു വിലയിരുത്തലിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നത്. ഇന്ന് ഇതിന്റെ ചുമതലയുള്ള 3 റീജിയനിലെ ഡയറക്ടേഴ്സ്, ഡിഐജിമാരുമായിട്ടും മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് ചർച്ച നടത്തിയത്. ജയിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. വാസ്തവത്തിൽ ഇപ്പോൾ ജയിലെന്ന് പറയുന്ന ഒരു കറക്ഷണൽ സർവീസാണ്. തടവ് പുള്ളികൾക്ക് കൂടുതൽ തെറ്റുതിരുത്താനുള്ള അവസരം കൊടുത്ത് അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനമാണ് ജയിലുകൾക്കുള്ളത്. കേരളത്തിലെ ജയിലുകൾ ആ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അവർ കൂടുതലായി ആ നിലയിലേക്കുള്ള പ്രവർത്തനം വ്യാപിപ്പിക്കാനും ജയിൽ പുള്ളികളുടെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള സമഗ്രമായ ജയിൽ പരിഷ്കരണമാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഇപ്പൊ തന്നെ ഹൈ സെക്യൂരിറ്റി ജയിലുണ്ട് നമുക്ക് തൃശ്ശൂര്. NIA പ്രതികൾ, അതോടൊപ്പം തന്നെ കൊഫെ പോസ്റ്റ് തടവുകാർ, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന NDPC കേസുകൾ ഉള്ള തടവുകാർ, അത്തരം ജയിൽ നമുക്കുണ്ട്. ഇനി ഒരു സെൻട്രൽ ജയിലൂടെ നമുക്ക് ആവശ്യമാണ്. വാസ്തവത്തിൽ തടവ് പുള്ളികളുടെ എണ്ണം വളരെ കൂടുകയാണ്. പലപ്പോഴും അത് ജയിലിലെ സൌകര്യമില്ലായ്മ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ജയിലർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇത്തരം പല വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. കേരളത്തിലെ ജയിലുകളിൽ തടവ് പുള്ളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ കോൺഫറൻസിംഗ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി കോടതിയിൽ പ്രതികളെ ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്ന സിസ്റ്റം അവസാനിപ്പിച്ച് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അന്ന് അവരെ വിചാരണ നേരിടുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. ഇപ്പോൾ അതെല്ലാ ജയിലിലും ആയിട്ടുണ്ട്. അതിൻ്റേതായ ആ നിലയിൽ ആധുനികവൽക്കരണത്തിന്റെ പാതയിലൂടെയും ജയിലുകൾ മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ്. ഇപ്പം ജയിൽ പുള്ളികൾ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അത് വിറ്റഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ നിങ്ങൾക്കറിയാം, ചപ്പാത്തി യൂണിറ്റുകൾ അല്ലേ, ആ പെട്രോൾ പമ്പുകൾ, ഇതൊക്കെ നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ജയിലിന്റെ വികസനത്തിന് തയ്യാറാവുന്നുണ്ട്. ബാക്കിയുള്ള പണം ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ജയിലിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് യോഗത്തിൽ ഉയർന്നു വന്നത്. തീർച്ചയായും ജയിലിലെ അന്തേവാസികൾ, തടവുപുള്ളികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ അതേസമയം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ മീറ്റിംഗ് വളരെ ഫലപ്രദമായി. ഭാവിയിൽ ജയിലുകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും ജയിൽ പുള്ളികളുടെ റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനും ഒക്കെയുള്ള സമഗ്രമായ ഒരു പദ്ധതിയെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. അതുപോലെ ജയിൽ മാനുവൽ പരിഷ്കരണം, അതുപോലെ ജയിൽ റൂൾസിലെ പരിഷ്കരണം, ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് അത് പ്രത്യേകമായി ടേക്കപ്പ് ചെയ്യാനും തീരുമാനിച്ചു. അത് 3 മാസം കൂടി ഞാൻ ആ കമ്മിറ്റിയുടെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ജഡ്ജി രാമചന്ദ്രൻ നായരും ജേക്കബ് പുന്നൂസും അടങ്ങുന്ന 2 അംഗ കമ്മിറ്റിയാണ്. 3 മാസം കൂടെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും ന്യായമായ തടവുകാരുടെ പരോളുകൾ നിഷേധിക്കില്ല. പക്ഷെ അന്യായമായി രാഷ്ട്രീയ കാരണങ്ങളാൽ തടവ് പുള്ളികൾക്ക് അനാവശ്യമായ പരോളുകൾ പലതും കോടതിയിലാണ് കിട്ടുന്നത്. ഇപ്പം ബൽറാം കുമാർ ഉപാധ്യായ 3 വർഷമായിട്ട് ഇപ്പോൾ ജയിൽ DGP ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ അദ്ദേഹം പരോളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ജയിൽ ഉപദേശക സമിതികൾ റെക്കമെൻഡ് ചെയ്ത് വന്നിട്ടുള്ള പല കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ കോടതിയിൽ പോയി വാങ്ങിക്കാറുണ്ട്. അപ്പം ആ പരോളുകൾ കൊടുക്കുന്നത് പരോളല്ല, സാധാരണ അവധിയാണ്, പരോളല്ല. നമ്മളെല്ലാവർക്കും പരോളെന്ന് പറയുന്നതേ ഉള്ളൂ. സാധാരണ അവധിയാണ് ഈ കൊടുക്കാറുള്ളത്. അപ്പൊ അതിനകത്ത്
ന്യായമായ തടവുകാർക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് ഈ അവധി എന്ന് പറയുന്നത്. അത് കൊടുക്കേണ്ടി വരും. പക്ഷേ അനാവശ്യമായി രാഷ്ട്രീയ കാരണങ്ങളാൽ അവധി കൊടുക്കുകയും പരോളുകൾ നീട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടാവില്ല. അതേസമയം തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. അത് രാഷ്ട്രീയ ആരോപണമൊന്നുമില്ല. അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്. ഡിജിപിയുടെ പ്രപ്പോസൽ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അല്ല, വ്യക്തിപരമായി എനിക്ക് തുടരാൻ താല്പര്യമൊന്നുമില്ല, വേണമെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ ഗവൺമെന്റാണോ തീരുമാനിക്കേണ്ടത്. അത് ക്യാബിനറ്റ് കൂടി ഒരു തീരുമാനം എടുക്കാം. കാരണം ഇത് ഡിജിപി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള കാര്യമായതുകൊണ്ടാകാം ഒരു പക്ഷേ ഡിജിപിയെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതെന്ത് വേണമെന്നുള്ളത് ക്യാബിനറ്റ് ഗവൺമെന്റ് തീരുമാനിക്കും. അതിനെന്ത് വേണമെന്നുള്ളത് അത് അതിൻ്റെതായ വഴിക്ക് പോട്ടെ. അത് ഇടിയതായ വഴിക്ക് മുന്നോട്ട് പോട്ടെ. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. ഈ കേരളം ഒട്ടാകെ നമ്മൾ ഇന്നിപ്പോൾ പോലീസും ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഈ ഓപ്പറേഷൻ തുഫാൻ വലിയ നല്ല നിലയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. കേരളം ഒട്ടാകെ അതിശക്തമായ നടപടിയാണ് ആഭ്യന്തര പോലീസും എക്സൈസും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതിന് വ്യാപകമായ തോതിൽ കേരള പോലീസ് ഈ മയക്കുമരുന്ന് വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയിൽ ജനങ്ങൾ സംതൃപ്തരാണ്. വ്യാപകമായ തോതിൽ എവിടെയെല്ലാം ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും ഉണ്ടോ അതിനെയെല്ലാം പിടിച്ചെടുക്കാനും അതിന്റെ സോഴ്സ് കണ്ടെത്താനും ഉള്ള നടപടിയാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഉറവിടത്തിലേക്ക് എത്താനുള്ള നീക്കമാണിപ്പോൾ കേരള പോലീസ് നടത്തുന്നത്. അതിന് എല്ലാവരുടെയും സഹായം, ജനങ്ങളുടെ സഹായം പ്രത്യേകിച്ച് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ നാടിന് വേണ്ടിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. ഈ മയക്കുമരുന്നിന് അടിമകളാക്കി യുവത്വത്തെ നശിപ്പിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കേരള പോലീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഞങ്ങൾ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ അത് അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഏത് രംഗത്താണെങ്കിലും, സിനിമാ രംഗത്താണെങ്കിലും പൊതുരംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും. അല്ല, അതല്ല ഒന്നാമത് ഇപ്പം ഈ ആളുകളെല്ലാം കൂടെ കയറി വലിയ ബഹളമാണ്. അതിന് ചില ക്രമീകരണങ്ങൾ വേണ്ടി വരും. കാരണം സാധാരണഗതി 3 മുതൽ 5 വരെ ആണ് ആളുകളെ പണ്ട് കയറ്റിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ 24 മണിക്കൂറും ആളുകൾ തിങ്ങിക്കയറി അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മാധ്യമങ്ങളല്ല, മറ്റുള്ള ആളുകളാണ് വരുന്നത്. അതെന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കും. അല്ല, വിലക്കുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് നോക്കാം. അവിടുത്തെ നിങ്ങൾക്കറിയാലോ, കുറെ ദിവസങ്ങളായി ഭയങ്കര തിക്കും തിരക്കുമല്ലേ. അതെന്താന്ന് നമുക്ക് നോക്കാം. അല്ല, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ജില്ലാ തലങ്ങളിലാണ് ചെയ്യേണ്ടത്. നോക്കാം.